ദീപ്തി, പ്രേക്ഷകർ എന്തായാലും കൂലി സിനിമയെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം ആവേശമായിരുന്നു ഈ സിനിമ. ആദ്യ പ്രദർശനം സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നത് രജനീകാന്തിന്റെ മാസ് ഐറ്റം ആയിരുന്നു. 50 വർഷമായി സിനിമാ മേഖലയിലുള്ള രജനീകാന്തിന്റെ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്, രജനീകാന്തിനെ വെച്ച് ചെയ്ത ചിത്രമാണ് കൂലി എന്ന് പറയുന്നത്. ആ ചിത്രം പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓരോ പ്രേക്ഷകരും സിനിമ കഴിഞ്ഞിറങ്ങുന്ന ഓരോ പ്രേക്ഷകർക്കും ഓരോരോ അഭിപ്രായങ്ങളായിരുന്നു, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു. പക്ഷേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രജനീകാന്ത് തൂക്കി എന്ന് തന്നെയായിരുന്നു ഈ സിനിമയിൽ ഓരോ പ്രേക്ഷകരും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ലോകേഷ് കനകരാജുമായി യുദ്ധം ചേരുമ്പോൾ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത്, അതും കൂടാതെ തന്നെ സൂപ്പർ സ്റ്റാറുകളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. രജനീകാന്തിന് പുറമെ അമീർ ഖാൻ ഉണ്ട്, കൂടാതെ തന്നെ നാഗാർജുനയുണ്ട്, ശ്രുതി ഹാസനുണ്ട്, സ്വന്തം സൗബിൻ ഷാഹിറുമുണ്ട്. സൗബിന്റെ പ്രകടനം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും റിവ്യൂ പറഞ്ഞ ഒരേ സ്വരത്തിൽ പറഞ്ഞത് സൗബിന്റെ പ്രകടനം തന്നെ ഈ സിനിമ തൂക്കി എന്ന് തന്നെയാണ്. കാരണം സൗബിന്റെ പ്രകടനം അത്രത്തോളം ഉണ്ട് എന്നായിരുന്നു എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ തിയേറ്ററിൽ ഒരു രജനീകാന്തിന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും അപ്പൊ നമുക്ക് ആദ്യം രജനീകാന്തിന്റെ ഒരു സ്റ്റൈല് കാണാം അല്ലേ? ആരാധകർ തന്നെയാണ്. കാരണം രജനി സിനിമ സൂപ്പർ സ്റ്റാർ സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ ആരാധകർക്ക് വെറുതെ നോക്കി നിൽക്കാനൊന്നും പറ്റത്തില്ല. എങ്ങനെയുണ്ട് സിനിമ കണ്ടിട്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ. ഇന്റർവെൽ വരെ സൂപ്പർ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്റർവെൽ മാസ് അത് വേറെ, ഇന്റർവെൽ കണ്ട പോലല്ല, അതുക്കും മുകളിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. സൗബിൻ സൂപ്പർ, പിന്നെ ക്ലൈമാക്സ് അമീർ ഖാൻ ഒരു രക്ഷയില്ല. രജനീകാന്തിന്റെ മാസ് കാണണമെങ്കിൽ ഇന്റർവെൽ ഒരു രക്ഷയില്ല. ഒരു നെഗറ്റീവ് സീനുണ്ട്, ഒരു രക്ഷയില്ല. ഇടുക്കം സൂപ്പർ. തിയേറ്റർ മറച്ചു വെച്ചേക്കുമോ? നമ്മൾ ഇതുവരെ കണ്ട രജനീകാന്ത് അല്ല. ജയിലർ വേറെ ടൈപ്പ്, ഇത് അത് നോക്കല്ല. ലോകേഷ് കനകരാജിന്റെ ഒരു മാസ് സാധനമാണ്. രജനീകാന്ത് ഇതുവരെ കാണാത്ത സാധനം മുകളിലാണ്. സൂപ്പർ. ഇത് തന്നെയാണ് ഓരോ പ്രേക്ഷകരും സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പറയുന്നത്. കാരണം അത്രത്തോളം പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ അനിരുദ്ധി മ്യൂസിക് ചെയ്യുന്നു, അതും വലിയ ഒരു താരനിരയെ വെച്ച് സിനിമ ചെയ്യുന്നു. ആ സിനിമ വമ്പൻ ഹിറ്റ് ആകുന്നു. പക്ഷേ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിൽ പലരും പറയുന്നത് ജയിലർ പ്രതീക്ഷിച്ച് നമുക്ക് ഒരിക്കലും കൂലിയിലോട്ട് വരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം രണ്ട് തരത്തിലുള്ള സിനിമയാണ്. രജനിയുടെ ബാസ് കാണും. രജനി എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ അത് ആണ്. നമ്മൾ പറയുന്നത് 1 തടവേ സണ്ണ 100 തടവേ സണ്ണ മാതിരി എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ രജനീകാന്ത് എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാറാണ്. സൂപ്പർ സ്റ്റാറിന്റെ സിനിമ കാണാനുള്ള ആരാധകരും ഏറ്റവും കൂടുതൽ ആരാധകരുടെ എണ്ണവും കൂടുതൽ തന്നെയായിരിക്കും അല്ലെ. പക്ഷെ ഇത് തന്നെയാണ് ഈ സിനിമ കഴിഞ്ഞ ആദ്യത്തെ പ്രദർശനമാണ് അത് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ പ്രദർശനമാണ് അവസാനിച്ചത്. ഈ പ്രധാനമായും ഗോവിന്ദ് പത്മസൂര്യയും ബാലയൊക്കെ തന്നെ ഫാൻ ബോയ്സ് ആയിട്ട് കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സൗബിന്റെ പ്രകടനം തന്നെയാണ്. അത് നമുക്ക് മലയാളികളെ സംബന്ധിച്ച് വളരെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സൗബിൻ ഷാഹിർ തമിഴ്നാട്ടിൽ പോയി സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കുന്നു. സിനിമ പ്രദർശനം കഴിഞ്ഞു വരുമ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് സൗബിനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള, സൗബിൻ എന്ന് പറയുന്ന ഒരു നടനെ അല്ലെങ്കിൽ സൗബിൻ എന്താണെന്നത് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഈ പ്രേക്ഷകരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. സൂപ്പർ സ്റ്റാറിന്റെ 50 വർഷം, സിനിമാ മേഖലയിൽ 50 വർഷം പൂർത്തിയാകുന്ന ഒരു വേളയിലാണ് ഈ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ആ സിനിമ ആദ്യ ഈ ഓൺലൈൻ ടിക്കറ്റുകൾ തന്നെ ഏകദേശം 1.2 ദശലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഈ ഓൺലൈനിൽ മാത്രമായി സിനിമയിൽ വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. ആദ്യ ഷോ ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള ഷോ തന്നെയായിരുന്നു. ആരാധകർ എന്തായാലും സംതൃപ്തി തന്നെയാണ്. ആരാധകർ എന്തായാലും സാറ്റിസ്ഫൈഡ്. അത്രത്തോളം പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും പോസിറ്റീവായിട്ടുള്ള റിവ്യൂ തന്നെയാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത്. ദീപ്തി. ശരി. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത രജനീകാന്ത് നായകനായ ചിത്രം കൂലി തിയേറ്ററുകളിലെത്തി. 12 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ആദ്യ ദിനം വിറ്റുപോയത്. ചിത്രം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.